ചില ആളുകൾ നമ്മളെ ശബ്ദം കൂടാതെ സ്നേഹിക്കും, പക്ഷേ അവരുടെ മൗനം അവസാനത്തിൽ വലിയൊരു കഥ പറയുന്നുണ്ടാകും. എന്റെ പേര് രോഹിത്. ഞാനും അവളും നന്ദന. ഞങ്ങൾ ഒരേ ഓഫീസിൽ ജോലി ചെയ്തു. അവൾ വളരെ ക്വയറ്റായിരുന്നു. ആരും കൂടെ അധികം സംസാരിക്കില്ല. പക്ഷേ എന്നോട് മാത്രം ഗുഡ് മോർണിംഗ്, ലഞ്ച് കഴിച്ചോ, ചെറിയ കാര്യങ്ങൾ. ഞാൻ അവളെ ഒരു നല്ല സുഹൃത്തായി കണ്ടു. പക്ഷേ അവളുടെ കണ്ണുകളിൽ എന്തോ ഉണ്ടായിരുന്നു, ഒരു ഫീലിംഗ്. പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്തു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം എനിക്ക് പ്രമോഷൻ കിട്ടി. ഞാൻ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും പറഞ്ഞു. അവൾ മാത്രം ശാന്തമായി ചിരിച്ചു. കോൺഗ്രാറ്റ്സ്. അവളുടെ ശബ്ദത്തിൽ എനിക്കൊരു വ്യത്യാസം തോന്നി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ ലീവ് എടുത്തു. അവൾ സിക്കാണ്, ആരോ പറഞ്ഞു. ഞാൻ കോൾ ചെയ്തു. റെസ്പോൺസ് ഇല്ല. ഒരു രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു, ഫ്രം നന്ദന. രോഹിത്, നിനക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. എന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്ത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഷോക്കായി. പക്ഷേ നിനക്കത് പറയാൻ ഞാൻ ഒരിക്കലും ധൈര്യം കണ്ടില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞു. നിനക്ക് സന്തോഷമുണ്ടാകുന്നത് കണ്ടാൽ അത് മതി എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ കൈകൾ വിറച്ചു. നന്ദന, എവിടെയാണ് നീ? കുറച്ചു സമയം കഴിഞ്ഞ് റിപ്ലൈ, ഹോസ്പിറ്റൽ. ഞാൻ ഉടനെ അവിടെ പോയി. അവൾ ബെഡിൽ കിടക്കുകയായിരുന്നു, വീക്ക്. പക്ഷേ അവളുടെ കണ്ണുകളിൽ ശാന്തി. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ കരഞ്ഞു. അവൾ ചിരിച്ചു. നീ എന്നെ സുഹൃത്തായി കാണുമ്പോൾ ഞാനത് നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ല. എന്റെ ഹൃദയം തകർന്നു. ഞാൻ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നു. അവൾ മന്ദമായി തലകുലുക്കി. വൈകി. എന്റെ ഹൃദയം തകർന്നു. അവൾ എന്റെ കൈ പിടിച്ചു. എന്നെ ഓർക്കണം. അവൾ കണ്ണുകൾ അടച്ചു. എന്റെ ജീവിതം നിശബ്ദമായി. ഇന്ന് ഞാൻ അവളുടെ ലാസ്റ്റ് മെസ്സേജ് വീണ്ടും വീണ്ടും വായിക്കും. ചില പ്രണയങ്ങൾ പറയാതെ തന്നെ അവസാനിക്കും. പക്ഷേ അവയുടെ വേദന ഒരിക്കലും അവസാനിക്കില്ല.